ആയുർവേദിക് മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇന്ത്യ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആയുർവേദിക് ബേസിലുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇതിനോടകം ഇന്ത്യയിലെ 100-ൽ-ഒരാളെ സ്പർശിച്ച് കഴിഞ്ഞ കമ്പനിയാണ്. 1,32,00,000-ഓളം കുടുംബാംഗങ്ങൾ ഈ കമ്പനിയുടെ ഭാഗമായിട്ടുണ്ട്. നമ്മളിതിനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പോലെയാണ് കണക്കാക്കുന്നത്. എല്ലാവരും ഒരേ വീട്ടിലെ അംഗങ്ങൾ എന്നുള്ള രീതിയിലാണ്. ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വിൽപ്പനകളിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, ആയുർവേദത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ. അപ്പോൾ ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ഇന്ത്യയുടെ മുഖമുദ്രയായി മാറുന്ന ഒരു കമ്പനിയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ. എന്താ ചെയ്യുന്നത് കമ്പനി? സ്വന്തമായി തന്നെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മേൽനോട്ടത്തിൽ, കർശനമായിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രൊപ്രൈറ്ററി മെഡിസിൻ സ്റ്റാറ്റസ് ഉള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഓരോ ബാച്ച് ബൈ ബാച്ച് ക്വാളിറ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ള സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് ആയുർവേദ ചേരുവകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആയുർവേദ ചേരുവകളെ വളരെ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു എക്സ്ക്ലൂസിവിറ്റി ഈ പ്രൊഡക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വളരെ മനോഹരമായിട്ട് ആയുർവേദത്തെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിത്രം കുറെ അധികം കാലം വേണ്ടി വരും റിസൾട്ട് കിട്ടാനെന്നാണ്. ആണോ അല്ലയോ? എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനുള്ള കാര്യം പറയാലോ. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൈസറിൽ തുടങ്ങിയതാണ് എൻ്റെ കരിയർ. സ്പെഷ്യാലിറ്റി ഡിവിഷനുകളിൽ ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വിദേശ കമ്പനികളുടെ ഭാഗമായിട്ട്, മൾട്ടിനാഷണൽ കമ്പനികളുടെ ഭാഗമായിട്ട്. അവിടെയൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യം, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് ഉടനെ ഇംഗ്ലീഷ് മെഡിസിനും, അത്യാവശ്യമില്ലാത്ത കുറെ അധികം നേരം നാളുകൾ എടുത്തുകൊണ്ട് മാറുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ആയുർവേദം, ഇന്ന് ആളുകൾക്കൊന്നും ക്ഷമയില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എക്സ്ട്രാക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് റിസൾട്ട് കിട്ടാൻ വെറും 2 ദിവസമോ 3 ദിവസമോ മതി എന്നുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കൊരു ചുമ വന്നാൽ, നിങ്ങൾക്കൊരു പനി വന്നാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈൽസിന്റെ അസുഖമുണ്ടെങ്കിൽ, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കടന്നു വരാവുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് ഓടുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ വേഗം, അതാണ് എൻ്റെ വളരെ വേഗം എന്ന് പറയാനായിട്ട് ഒരു കോൺഫിഡൻസ് വേണം വേണ്ടി. ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത് എങ്ങനെയാണ്? കഴിഞ്ഞ 7 മാസങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടുകളാണ്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ഈ സമയത്ത്, എക്സാക്ട്ലി ഈ സമയത്ത് 11:45 സമയത്ത് തിരുവനന്തപുരത്ത് ഒരു 20ഓളം ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഗവൺമെന്റ് ആയുർവേദ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഭാര്യ, അവര് ലേഡിയാണ്, 38 വയസ്സേ ഉള്ളൂ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഹസ്ബൻഡ് ലീവ് എടുത്ത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു, അമ്മ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം ഡോക്ടർ വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഡോക്ടറൊപ്പം 4 പേര് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പൊ ആകെ 20 പേരുള്ളതിൽ 4 പേരും അവരുടെ കുടുംബമായിരുന്നു. ഇന്ന് രാവിലെ ലീഡേഴ്സ് മീറ്റിൽ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് 6 മണി തൊട്ട് 7 മണി വരെയുള്ള ഒരു സമയത്ത് ലീഡേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. ഈ ലീഡേഴ്സ് മീറ്റിൽ ഞങ്ങൾ പരസ്പരം നമ്മുടെ കഥകൾ കൈമാറുമ്പോൾ ഞാൻ എൻ്റെ ഈ ആയുർവേദ ഡോക്ടർ പറഞ്ഞ കഥ ഞാൻ എൻ്റെ ടീമിലെ അംഗങ്ങളോട് പറഞ്ഞപ്പോൾ, കണ്ണൂരിൽ നിന്നുള്ള ബൈജു സാർ, അദ്ദേഹം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, വെറും 40 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം ക്ലിനിക്ക് നടത്തുന്ന ആയുർവേദ ഡോക്ടർ, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നമ്പർ ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ. കാരണം അദ്ദേഹത്തിന്റെ പ്രാക്ടീസിൽ ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ വളരെ ക്യുക്കായിട്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്റെ നമ്പർ കൊടുത്തോളൂ. കണ്ണൂരുള്ള ഒരു ഡോക്ടറാണ്, എന്റെ നമ്പർ കൊടുത്തോളൂ, അവർ വിളിച്ചോട്ടെ. ഏതെങ്കിലും ഡോക്ടേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഞാൻ ആർക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്തതെന്നുള്ളത്. അത്രമാത്രം സന്തോഷമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്,
ഇവിടെ കൂടിയ ആൾക്കാർ. കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഒരു ഗ്യാൻ പറയണേക്കാൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ഒരു സീരിയസ് ആയിട്ടൊരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 10-ാം തീയതിയാണ്. ഏപ്രിൽ 10. അപ്പൊ ഇന്ന് എന്താണ്? ഇന്ന് മറ്റൊരു 10-ാം തീയതിയാണ്. ഞാൻ ഈ ഉദ്യമം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7 മാസമേ ആകുന്നുള്ളൂ. 7 മാസം. പക്ഷെ കമ്പനി പഴയതല്ലേ? അതെ, കമ്പനി 8 വർഷമായിട്ട് കേരളത്തിലുണ്ട്. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ആരും അറിയാതെ തന്നെ 16 കോടിയോളം ബിസിനസ് നടന്നിട്ടുണ്ട് കമ്പനി. ആലോചിച്ച് നോക്കണം, 16 കോടിയോളം. ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളും എല്ലാവരും ചേർന്നിട്ട് ഒരു 1.6 ക്രോറെങ്കിലും വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരു നാട്ടിലെ പരിവർത്തന കേന്ദ്രമായിട്ട് ഇത് മാറും എന്നുള്ളതാണ്. ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യവും ആയുസ്സും കൊടുക്കാനും ഓജസ്സും തേജസ്സും കൊടുക്കാനും ഒരു അവസരം നോക്കുന്ന ആളുകൾക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാനും ഒരു പ്രദേശത്തെ ഏറ്റവും വലിയൊരു പരിവർത്തന കേന്ദ്രമായിട്ട് ഇത് മാറും. ഇതൊരു ബിസിനസ് സെന്റർ എന്നുള്ള രീതിയിലല്ല കണക്കാക്കേണ്ടത്. ഇതിനെ ഒരു പരിവർത്തന കേന്ദ്രമായിട്ട് കണക്കാക്കണം. വരുന്ന ആളുകൾ ഒരുപക്ഷെ തിരിച്ചു പോകുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലും അവർക്ക് കൂടുതൽ കാലം ജീവിക്കാനും അസുഖമില്ലാതിരിക്കാനും ആയുസ്സും കിട്ടാനും അതോടൊപ്പം തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി മാറാനും ഒക്കെയുള്ള സുലഭ അവസരം ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ നെറ്റ്വർക്ക് എന്ന് പറയുന്നതിന്റെ ഒരു എന്താ ഗുണം? അതിന്റെ സ്കെയിലബിലിറ്റി, അതിന്റെ മൾട്ടിപ്ലിസിറ്റി. കാരണം നമ്മൾ 10 പേരോട് പറയുന്നു, അവർ 10 പേരോട് പറയുന്നു, അവർ 10 പേരോട് പറയുമ്പോൾ നല്ല ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് 1000 പേരിലേക്ക് പോവുകയും 1000 പേര് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥയുടെ പങ്ക് എനിക്കും കിട്ടുന്നു. ശരിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് മെത്തേഡ്, ശരിയായിട്ടുള്ള സാമൂഹ്യ വിപ്ലവം ആണല്ലോ. നമ്മൾ വെറുതെ പോകുന്ന ഇടത്തട്ടുകാർക്കും പരസ്യത്തിനും പോകുന്ന പണം അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും മാറി മാറി പ്രോത്സാഹിപ്പിച്ച് മോണിറ്ററിംഗ് മെക്കാനിസം കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് വലിയ തരത്തിലുള്ള ലിവറേജ് കിട്ടുന്നു. നമുക്ക് 10 പേരോടോ 100 പേരോടോ പറയാൻ പറ്റുമ്പോൾ അതെല്ലാവരും അങ്ങ് പറയുമ്പോൾ 143 കോടി ജനമുള്ള സ്ഥലത്ത് മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയ്ക്ക് മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടി കിട്ടുകയും അതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്താൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുമല്ലോ? വാങ്ങും. അത് ചെയ്യുന്നതിന് നല്ല വരുമാനം കിട്ടുകയാണെങ്കിൽ ആളുകൾ പ്രവർത്തനം തുടരും. അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സാധാരണക്കാരനെ സ്പർശിക്കുന്ന ഒരു വലിയ സാമൂഹ്യ വിപ്ലവത്തിനാണ് ഇന്ന് തുടക്കം കൊടുത്തിട്ടുള്ളത്. അത് എറണാകുളത്തിന് മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇതിന്റെ ഫ്രാഞ്ചൈസീസ്, പീപ്പിൾ ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന പോലെ ഇതൊരു കുടുംബം ഇത്തരത്തിലുള്ള നിരവധി കുടുംബങ്ങളിലേക്ക് ഈ ഒരു ദീപശിഖ പകരാനായിട്ട് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല, ഇന്നലെ ഈ പറയുന്ന ഡോക്ടേഴ്സ്, ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ എയിംസിലെ ഒരു ലേഡി ഡോക്ടർ, 26 വയസ്സുള്ള കുട്ടിക്ക്. അപ്പൊ ആ കുട്ടി പറയായിരുന്നു, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ന്യൂട്രീഷണൽ മെഡിസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ? ഞാൻ പുസ്തകത്തിൽ വായിച്ചു. ഞാൻ അവരോട് പറയണം, ഞാൻ പുസ്തകത്തിൽ വായിച്ചു, വെറും 6% ഡോക്ടർമാർക്ക് മാത്രമേ ന്യൂട്രീഷണൽ മെഡിസിനെ കുറിച്ച് അറിയുള്ളൂ എന്ന് പറഞ്ഞു. ശരിയാണ് അങ്കിൾ പറയാം. എന്നെ അങ്കിൾ എന്നാ വിളിക്കണം. ഇപ്പോഴും എനിക്ക് ഇത്ര അങ്കിളൊക്കെ ആയെന്ന് പറയാൻ നമ്മുടെ മനസ്സുകൊണ്ട് ഇപ്പോഴും ചെറുതാണെങ്കിലും ഞാനൊരു അങ്കിൾ സ്ഥാനീയനായി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കണം. അപ്പൊ എന്റെ അടുത്ത് അങ്കിൾ പറഞ്ഞു, ശരിയാണ്, 6% പോലും ഞങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഒരു മെഡിസിൻ ലോകത്താണ്, നിങ്ങളൊരു മരുന്നിന്റെ ലോകത്തും. അതിനൊരു തെറ്റ് പറയുന്നതല്ല. ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ എപ്പോഴും രോഗങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിലാണ്, ആണല്ലോ. ഒരു വ്യക്തി ഒരു രോഗവുമായിട്ട് വരുന്നു, അദ്ദേഹത്തിന് വേണ്ട മരുന്നുകളും ആ മരുന്നുകളുടെ ഫലങ്ങളും പറഞ്ഞു കൊടുക്കലാണ് ഒരു ഡോക്ടറുടെ ജോലി, ആണല്ലോ. ഡയഗ്നോസ് ചെയ്യുന്നു, ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നു, അസുഖത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളിരിക്കുന്നത് ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ട ലോകത്താണ്. അപ്പൊ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത് മരുന്നുകൾ കഴിച്ചല്ല. നമ്പർ 1, ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കഴിച്ചിട്ടാണ്. ഈ പോഷകാഹാരങ്ങൾ അന്നന്ന് കിട്ടേണ്ട പോഷകാഹാരങ്ങൾ വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണ് അന്നന്ന് കിട്ടേണ്ടത്? വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് പ്രോട്ടീൻസ്. ഈ പ്രോട്ടീനും വൈറ്റമിൻ മിനറലും എവിടെയൊക്കെ കിട്ടുക? പ്രോട്ടീൻ നമ്മുടെ എത്ര ബോഡി വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം കിട്ടണം ഡെയിലി. ഇത് പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നമ്മുടെ ശരീരമില്ലെങ്കിൽ, ചുമരില്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചുമരാണ് പ്രോട്ടീൻ. പലപ്പോഴും നമ്മളെ ഇത് ആരും പഠിപ്പിച്ചിട്ടില്ല. ഡോക്ടർ കുറിച്ച് തരും, മെഡിക്കൽ ഷോപ്പിൽ പൊതിഞ്ഞു തരും, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആരും. വൈറ്റമിൻസും മിനറൽസും സ്ഥിരമായിട്ട് കിട്ടണമെങ്കിലോ പഴവും പച്ചക്കറികളും വേണം. എങ്ങനെ? പച്ചയ്ക്ക് പഴവും പച്ചയ്ക്ക് പച്ചക്കറികളും കഴിക്കണം. വേവിച്ചാൽ ആകെ കിട്ടുന്ന വൈറ്റമിൻ സി മാത്രമേ ഉള്ളൂ. അല്ല, ബാക്കിയെല്ലാം വേവിച്ചാൽ നഷ്ടപ്പെടും. അപ്പൊ ഈ വിഷമടിച്ചു വരുന്ന പച്ചക്കറിയും ഈ പഴവർഗ്ഗങ്ങളും അതിന്റെ ഒരു അപകടം ഒരു സ്ഥലത്ത്. 2, ഇത് വേവിച്ചേ നമ്മൾ കഴിക്കാറുള്ളൂ എന്നുള്ളതിന്റെ സാഹചര്യം 2. 3, ഇതിനൊന്നും പറ്റുന്ന സാഹചര്യങ്ങൾ എല്ലാ ദിവസവും പഴവും പച്ചക്കറി. ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് വന്ന് മുഴുവൻ പഴവും പച്ചക്കറിയും പച്ചക്കറി കഴിച്ചിട്ടാണോ? അല്ല. പക്ഷെ ഞാൻ പറയും, ഞാൻ അങ്ങനെ വന്നു. എങ്ങനെ? പച്ചക്കറി കഴിച്ചിട്ടല്ല ഞാൻ വന്നത്. ഈ ഡെയിലി ടൈംസ് എന്ന് പറഞ്ഞ സാധനം പച്ചക്കുള്ള പഴവും പച്ചക്കറിയുടെ പേരാണിത്. പിടികിട്ടിയോ?
അപ്പൊ അല്പം പോലും എല്ലാരും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് മനസ്സിലാക്കിയ ഒരാള് എന്ത് ചെയ്യും? ശുദ്ധമായ പഴവും പച്ചക്കറിയും പച്ചക്ക് കഴിക്കുന്നതിന് തുല്യമായിട്ട് ഇതൊരു ടാബ്ലറ്റ് എടുത്ത് മിണുങ്ങാം രാവിലെ. അപ്പൊ ഈ മരുന്ന് എന്നുള്ള കൺസെപ്റ്റിൽ ചെയ്യാണ്ടിരിക്കുക. ഇഡ്ഡലി ദോശ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റിൽ ഇരിക്കണം. ഇഡ്ഡലി ദോശയും ഗുളിക രൂപത്തിൽ കിട്ടിയാൽ കഴിക്കുമല്ലോ, അതുപോലെ ആ രീതിയിൽ ഇതിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയോ കാലം സന്തോഷമായിട്ടും ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കും. ഈ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഏതാണ്? ഈ മോഡൽ വഴിയാണ്. കാരണം എന്താ? അതുകൊണ്ടാണ് ലോകവ്യാപകമായിട്ട് വെൽനസ് റവല്യൂഷൻ നടത്തിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള അവബോധ ക്ലാസ്സുകളിലൂടെയാണ്. ഫ്രണ്ടിനോട് ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവന് വേണമെങ്കിൽ എവിടെ കൊണ്ട് അടിച്ചു നോക്കാം, ഗൂഗിൾ ചെയ്തോ സ്വന്തമായി ചെയ്തോ ഒക്കെ നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എല്ലാ ദിവസവും നമുക്ക് കിട്ടേണ്ട 6 കാര്യങ്ങൾ കിട്ടണം. എന്തൊക്കെയാണത്? വെള്ളം, നേരത്തെ ഞാൻ പറഞ്ഞ പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ലിപ്പിഡ്സ്, ഇത്രയും സാധനങ്ങൾ വേണം. എന്തൊക്കെയാ പറഞ്ഞേ? വെള്ളം വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. അത് നമ്മൾ രാവിലെ ആവശ്യത്തിൽ കൂടുതൽ അടിച്ച് കേട്ടിട്ടുണ്ട് ദോശയും ഇഡ്ഡലിയൊക്കെ ആയിട്ട്. അപ്പൊ വെള്ളവും കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും, ഈ 6 കാര്യങ്ങൾ സ്ഥിരമായിട്ട് കിട്ടുകയും ബോഡിയിലെ ദുഷ്ട മുഴുവൻ കളയാൻ, ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് മുഴുവൻ കളയാനായിട്ടുള്ള എന്തെങ്കിലും ശരിക്കും കഴിക്കുകയാണെങ്കിൽ വേണോ വേണ്ടയോ? ആയുർവേദത്തിന്റെ ആദ്യത്തെ സങ്കല്പം തന്നെ എന്താണ്? വയറിളക്കലാണ്, ടോക്സിൻസ് കളയാനാണ്. ഉള്ള ദുഷിപ്പുകൾ മുഴുവൻ, വിഷാംശങ്ങൾ മുഴുവൻ കളയണം. അപ്പൊ അതിനെന്താ നമുക്കുള്ള? ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ മുഴുവൻ വിഷാംശങ്ങളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, സൈഡ് എഫക്ട്സ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ബോഡി ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ സാധനത്തിനെ പോലെ എടുക്കാൻ വേറെ ഒന്നുമില്ല. ഇത് കാണുമ്പോ ഉടനെ തന്നെ നിങ്ങൾ വിചാരിക്കരുത്, കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളൊരു പശുവിന്റെ വാലിങ്ങനെ പൊക്കി പശുവിന് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് ആ മൂത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുടിക്കണ പോലെ മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് ഇത് വേണ്ടാന്ന് തോന്നുന്നത്. ഇത് എക്സ്ട്രാക്ട് ആണ്, കണ്ണീര് പോലെ എക്സ്ട്രാക്ട് ആണ്. ഇതിന്റെ കൂടെ ഏലക്കയുണ്ട്, ഇതിന്റെ കൂടെ തുളസിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്. എക്സ്ട്രാക്റ്റുകൾ ചേർന്നതാണ്. ഇതിന്റെ ആൽക്കലൈനിറ്റി 10 ആണ്. ആൽക്കലൈനിറ്റി 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി അസിഡിക് ആവുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. ആൽക്കലൈനിറ്റി നിലനിർത്തിയാൽ അതിൽ അസുഖങ്ങൾ പിടിക്കില്ല, നിലനിൽക്കില്ല. അപ്പൊ നിലവിലുള്ള എനി ഡിസീസ് ഇതിന്റെ ഒരു 15 ml എടുക്കുക, 50 ml വെള്ളത്തിൽ ചേർക്കുക, കുടിക്കുക. അങ്ങനെ എത്ര ദിവസം വേണം? ഒരു 15 ദിവസം കുടിച്ചു നോക്ക്. അപ്പൊ വ്യത്യാസം എവിടെയൊക്കെ വരുന്നറിയാമോ? നിങ്ങളുടെ മുഖത്ത് കാണാം, നിങ്ങളുടെ സ്കിന്നിൽ വരും, നിങ്ങളുടെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നിങ്ങൾ അപ്പിയിടുന്നതിൽ വരെ അതിന്റെ വ്യത്യാസം വരും. ഈ അപ്പിന്ന് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം. അത് നമ്മുടെ ഭാഗമുണ്ടോ, മരിക്കണവരെ അപ്പിയിടേണ്ടി വരും. അത് പുഴുങ്ങിയ ഏത്തപ്പഴം പോലെ അത് പൊങ്ങി കിടക്കുകയാണെങ്കിൽ നല്ല അപ്പിയാണ്, തിരുവനന്തപുരത്ത് വരണമാതിരി നല്ല അപ്പി. അത് താന്നു പോവുകയാണെങ്കിൽ ചീത്ത അപ്പിയാണ്. അപ്പൊ അത്രമാത്രം ക്ലീൻ ആവും നമ്മുടെ ബോഡി. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള റെഫറൻസുകളൊക്കെ ഉണ്ട്. ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വലുതാക്കിയാൽ നമുക്കൊക്കെ വായിക്കാം. വെറും 15 ml. എത്ര രൂപ വരും ഏതാണ്ട് ഒരു 9 രൂപ വരും. ഒരു ചായ കുടിക്കുന്ന കാശ് പോലും വരില്ല. എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കുറച്ച് ഇത് കഴിച്ച് 2 തുള്ളി തുളസിയുടെ എക്സ്ട്രാക്റ്റും 2 തുള്ളി ഹാൽഡി എക്സ്ട്രാക്റ്റും കൊടുത്താൽ അടിപൊളിയാണ്. ആ ഡോക്ടർ, കണ്ണൂരുള്ള ഡോക്ടർ പറഞ്ഞു പല തുളസിയുടെ എക്സ്ട്രാക്റ്റും ഞാൻ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രോഡക്റ്റ്, അതിന്റെ ഒരു തുള്ളി എടുത്താൽ ബാക്കി കമ്പനികളുടെ 100 തുള്ളിയുടെ ഇക്വലന്റാണ് ഇതിന്റെ തുള്ളി. രജനീകാന്താവ് ഒരു തടവ് സ്വന്നാൽ പല തടവ് സ്വന്ന മാതിരി. അപ്പൊ അത്ര പവർഫുൾ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റുകളാണ്, ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. റിസൾട്ട് വളരെ പെട്ടെന്നാണ്. കാരണം നമ്മളിന്ന് ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിലാണ്. ഇന്നത്തെ ആധുനിക ലോകത്തിന് പറ്റുന്ന ക്യുക്ക് റെമഡീസുമായിട്ടാണ് വരുന്നത്. മറ്റൊരു പോയിന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഡീടോക്സിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, ദിവസം വേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു പോയിന്റ്, എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് എവിടെ നിന്നാണ്? വയറിൽ നിന്നാണ്. ആണോ അല്ലയോ? അപ്പോൾ കുടൽ നന്നായാൽ ഉടൽ നന്നായി എന്ന് കേൾക്കാം. മനസ്സിലായോ? കുടൽ നന്നായാൽ ഉടൽ നന്നായി. അതിന് പറ്റുന്ന സാധനമാണ് അലുവേര. ഇതിനെ പറ്റിയുള്ള റെഫറൻസുകൾ ബൈബിളിലും ഖുറാനിലും തുടങ്ങി എല്ലാ പുരാണങ്ങളിലും ഒക്കെ ഉണ്ട്. ഇതിനെ പറ്റിയുള്ള റെഫറൻസുകൾ. അത്രമാത്രം അത്ഭുതകരമായ ഒരു സസ്യമാണ് ഇത് അലുവേര. ആ അലുവേര ജ്യൂസും നമുക്കുണ്ട്. ഈ അലുവേര ജ്യൂസ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം? വയറ് ക്ലീൻ ആക്കാൻ. അപ്പൊ ഡീടോക്സിഫിക്കേഷൻ എന്താ ചെയ്യണം? രാവിലെ ഗോമൂത്രം, അലുവേര ക്ലീൻ ആക്കാൻ. ഇനി എന്താ വേണ്ടേ? ഇനി ഊർജ്ജസ്വലമാക്കണം. ആണോ അല്ലയോ? ഈ 3 കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടത്. ഒന്ന്, നിലവിലുള്ള പ്രശ്നങ്ങൾ തീരണം. അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കണം. വേണോ വേണ്ടോ? അത് കഴുകി വൃത്തിയാക്കുന്ന പണിയാണ് ഗോമൂത്രം ചെയ്യുക, ഡീടോക്സിഫിക്കേഷൻ.
അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് നല്ല ക്ലീൻ ആക്കുന്ന പണിയാണ് എന്ത് ചെയ്യുക, അലോവേര ചെയ്യുക. കംപ്ലീറ്റ് ബോഡി കുടൽ ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക, ക്ലീൻ ആവും കുടല്, പ്രശ്നമില്ല, ക്ലീൻ കുടൽ നന്നാവും. അതിനുശേഷം എന്ത് ചെയ്യണം, നറിഷ്മെന്റ് കയറ്റണം. എന്താണ് നറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ കയറ്റണം. ഈ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാധനമാണ് എന്ത്, ഹിമാലയൻ ബെറി. 500 ml ഉണ്ട്, 1 ലിറ്ററിന്റെ ഉണ്ട്. എന്താണ് ഹിമാലയൻ ബെറി? പ്രകൃതിക്ക് ചില രീതികളുണ്ട്. നമുക്ക് ഊർജ്ജസ്വലമായിട്ട് നടക്കാൻ ഓക്സിജൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ, ആക്റ്റീവായിട്ട് നടക്കാൻ. തീ കത്തുന്നത് എപ്പോഴും ഓക്സിജന്റെ സഹായത്തോടുകൂടിയാണ്. സോ ഏറ്റവും പെട്ടെന്ന് ഊർജ്ജസ്വലമായിട്ട് നടക്കാനും വളരെ പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇത് വരുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഹിമാലയത്തില് ഓക്സിജൻ കുറവാണ്. അപ്പൊ പ്രകൃതി തന്നെ അനുഗ്രഹിച്ച്, ഈശ്വരൻ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അവിടെയുള്ള ആളുകൾക്ക്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഹിമാലയത്തിൽ നടക്കുമ്പോഴേക്കും പതുക്കെ 2 അടി നടക്കുമ്പോഴേക്കും നമുക്ക് ക്ഷീണം, അതൊക്കെ അണപ്പ് വരും. കാരണം അവിടെ ഓക്സിജൻ കണ്ടന്റ് കുറവാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് ഗുണമാവാൻ വേണ്ടിയിട്ട് പ്രകൃതി അനുഗ്രഹിച്ച് തന്നിട്ടുള്ള സാധനമാണ് ഈ പറയുന്ന ഹിമാലയൻ ബെറി എന്ന് പറയുന്ന ഫ്രൂട്ട്സ്. ഈ ബെറികളെ അതിനകത്ത് അത്രമാത്രം ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. നമുക്കൊരു വൈറ്റമിൻ സിയുടെ ഒക്കെ പല മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഹിമാലയൻ ബെറി. അപ്പൊ രാവിലെ ഇത് കഴിച്ചാൽ ഉന്മേഷത്തോടു കൂടി ഉള്ള അസുഖങ്ങൾക്കൊക്കെ വ്യത്യാസം വരും. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അതിന്റെ കൂടെ എന്ത് കഴിക്കണം? ഡെയിലി ടാബ്ലറ്റ്സ് എന്ന് പറയുന്ന സാധനം, അതുപോലെ ഒമേഗ 369. നമുക്ക് ഈ പ്രായമുള്ള ആളുകൾക്ക് കഴപ്പ്, ചെറിയ വേദനകൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ വരുമ്പോൾ ഒമേഗ 369 വളരെ വളരെ എഫക്റ്റീവാണ്. കൊളസ്ട്രോളിന് വ്യത്യാസം വരുത്തും. ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇത് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വെജിറ്റേറിയൻസ് ഒക്കെ ഇത് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് കിട്ടില്ല. മീൻ കഴിക്കുന്ന ആളുകൾക്ക് ദിവസവും കടൽക്കരയിലൊക്കെയുള്ള മീൻ കഴിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഒമേഗ 369 ഉണ്ടാവും. അല്ലാത്ത ആളുകൾ കഴിക്കണമെങ്കിൽ ഇത് കഴിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അത്രമാത്രം നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക്, കേൾവി ശക്തിക്ക്, ഘ്രാണശക്തി, ഇതെല്ലാം വ്യത്യാസപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങളാണ് ഇത് മുഴുവൻ. അതായത് ഒരു 2 മാസം ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ മുഖം കണ്ടാൽ മനസ്സിലാവും. 2 മാസം കഴിഞ്ഞ ആൾക്കാർ പറയും എന്തോ വ്യത്യാസം ഉണ്ടല്ലോ, മുഖം ഗ്ലോ ചെയ്ത് തുടങ്ങും. കാരണം ഒന്ന് ഈ ടോക്സിൻസ് മുഴുവൻ റിമൂവ് ആവും. നിങ്ങളുടെ ഇത് വില മാറും. തൊലിയുടെ ചുളിവുകൾ പോലെ റിവേഴ്സ് പോകും. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെവിയുടെ ഇത് വളരെ വ്യത്യാസപ്പെടും. അവരുടെ ശ്രവണശേഷി, കാഴ്ചശക്തി, ഘ്രാണശക്തി, ഓർമ്മശക്തി, ഇങ്ങനെയുള്ള എന്തൊക്കെ പ്രായാധിക്യം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ അത് മുഴുവൻ റിവേഴ്സ് പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വൺസ് അത് അനുഭവത്തിൽ വന്നാൽ പിന്നെ മരണം വരാനും അത് കളയില്ല. കാരണം ഇത് എന്താണ്? പാർശ്വഫലങ്ങൾ ഇല്ല. മരുന്നുകൾക്ക് എപ്പോഴും പാർശ്വഫലങ്ങളുണ്ട്. അപ്പോൾ കെമിക്കൽ അടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പല്ല് തേക്കുന്ന തുടങ്ങി നമ്മുടെ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പല്ല് തേച്ച് തുടങ്ങണം അല്ലെ? ആ പല്ല് തേപ്പ് മുതൽ ആയുർവേദത്തിന്റെ സ്പർശം അനുഭവിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് IMC. അതും എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഇതുപോലൊരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ വേറെ മാർക്കറ്റിൽ കിട്ടില്ല. കാരണം ഇതിന്റെ കോമ്പിനേഷൻ ആരുടെയാണ്? ഇവരുടെ മാത്രമാണ്. ഈ കോമ്പിനേഷനുകളിലാണ് ഈ ഡോക്ടേഴ്സും സയന്റിസ്റ്റുകളും ഇവിടെ മാജിക് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? എക്സ്ക്ലൂസിവിറ്റി. അവൻ ഇവിടുന്ന് തന്നെ കിട്ടണം, എന്നാലല്ലേ ഈ ആളുകളുടെ ഇടയിലൂടെ തന്നെ അത് എന്ത് ചെയ്യുള്ളൂ? വാങ്ങപ്പെടുകയുള്ളൂ. അപ്പൊ അവിടെയാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഗതി കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടീമില് ഒരു 150-200 ആൾക്കാർ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കരുതും. ആരും വിൽപ്പനക്കാരല്ല. വീട്ടിലേക്ക് അവനവന്റെ അച്ഛന്റെയും അമ്മയുടെയും അവനവന്റെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ആരോഗ്യവും ആയുസ്സും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാർ, രോഗപ്രതിരോധ ശേഷിയൊക്കെ വേണ്ട ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണം അത്ര ആൾക്കാരുണ്ടെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ മാസ വരുമാനം കൂടി കിട്ടുന്ന സാഹചര്യമാണ്. അപ്പൊ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം. അതെങ്ങനെ പറ്റുന്നു? സ്വന്തമായ വളപ്പിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിൽ മാർക്കറ്റ് റേറ്റിന് കൊടുക്കാനും കഴിയും. അത് പണിയെടുക്കുന്നതിന് കൂടുതൽ വരുമാനം കൊടുത്താലും നിങ്ങൾക്ക് ലാഭം നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ കോമ്പറ്റീഷൻ പോലും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് സ്വാഗതം. ഇതിന് പകരം എന്ന് പറയാൻ മറ്റൊരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. ഇനി മറ്റൊരു കമ്പനി ഉണ്ടായി വരാനും എളുപ്പമല്ല. സമയം ഒരുപാട് എടുക്കുന്ന പ്രോസസ്സാണ്. ഇതൊക്കെയാണ് ആമുഖമായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് പറയാനുള്ളത്. തികച്ചും സൗജന്യമായി, ഞാൻ ഒന്നുകൂടി പറയാം, തികച്ചും സൗജന്യമായി ജോയിൻ ചെയ്യുകയും വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലുമൊക്കെ എടുത്ത്, സോപ്പ് ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, എടുത്ത് നോക്കുക. നിങ്ങളുടെ നിലവിലുള്ള സോപ്പിനേക്കാളും പേസ്റ്റിനേക്കാളും ഇതിന് ഗുണമേന്മയുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥിരമായി വാങ്ങാനും മറ്റുള്ളവരുമായിട്ട് റെക്കമെൻഡ് ചെയ്യാനും തയ്യാറായാൽ
ഇവിടെ എന്തൊക്കെ സംഭവിക്കും? ആരോഗ്യം, ആയുസ്, സൗന്ദര്യം, ഊർജം, ഓജസ്, തേജസ് കിട്ടുകയും കൂടെ സമ്പത്ത് കിട്ടുകയും ചെയ്യും. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരെ സഹായിക്കാനായിട്ടുണ്ട് ഈ ബിസിനസ്സിൽ. ഇതൊരു ഹോം ബേസ്ഡ് ബിസിനസ് ആണ്. ഒരു കമ്മ്യൂണിറ്റി കോമേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കമ്മ്യൂണിറ്റി കോമേഴ്സ്. നമ്മുടെ വീട്ടിലേക്ക് മേടിക്കാവുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇടത്തട്ടുകാരെയും പരസ്യവും ഒഴിവാക്കിയിട്ട് മേടിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് തന്നെ ഇടത്തട്ടുകാരുടെയും പരസ്യവും ആ ബഡ്ജറ്റ് നമുക്ക് തന്നെ തിരികെ കിട്ടുന്ന സംവിധാനമാണ്. ഇതിനെ വളരെ മോശമായ രീതിയിൽ ചെയ്ത കമ്പനികൾ നിരവധി കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് എല്ലാം ഒരേ ജാതകമാണെന്ന് പറഞ്ഞ് ഒരുപാട് കാലം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുത്ത ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇടത്തട്ടുകാരും പരസ്യമില്ലാത്ത ഈ ഇൻഡസ്ട്രി തഴച്ചു വളരുകയും കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും മാത്രമാണ് കൊറോണ കാലത്ത് തഴച്ചു വളരുകയും ആളുകൾ. അതിനുശേഷം ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് നല്ല കമ്പനികളെയും ചീത്ത കമ്പനികളെയും വേർതിരിച്ചുകൊണ്ടുള്ള മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നു. ഈ വർഷം ഫെബ്രുവരി 19 പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പല സ്റ്റേറ്റുകളിലും, ഇപ്പോൾ തെലങ്കാനയിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, UP-യിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിന്റെ ഒരു പാനലിസ്റ്റിന്റെ മെമ്പർ കൂടിയാണ്. അപ്പൊ എനിക്ക് അപ്ഡേറ്റ്സ് വരും. വളരെ മികച്ച രീതിയിൽ ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ശക്തിയായിട്ട് വികസിക്കുമ്പോൾ എല്ലാവർക്കും വളരാവുന്ന, ₹1 പോലും മുതൽ മുടക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അതനുസരിച്ച് അത്രയും ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നത് വഴി, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നത് വഴി, ഇത് ഫ്രീ ആയിട്ട് വന്ന് മിതമായ വിലക്കുള്ള ഉൽപ്പന്നങ്ങൾ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ഒരു 2-3 പ്രൊഡക്ട്സ് കൂടി ഡെവലപ്പ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരോട് പറയാനുള്ള ലൈസൻസ് ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം. അവർ വാങ്ങുന്നതിന്റെയും നല്ലൊരു ശതമാനം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വളരെ വലിയ ഭീമമായ ഒരു തുക നമ്മളിലേക്ക് തന്നെ വീതം വെച്ച് തരുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിനാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ നാന്ദി കുറിച്ചിരിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ ഇത് വെറും ഇത്രയും ആളുകളിൽ പെടുന്നൊരു സംഗതിയല്ല. ഇത് ഡെവലപ്പ് ചെയ്തു പോകുന്ന ഒരു സംഗതിയാണ്. ഫോർ എക്സാമ്പിൾ 1 എന്നുള്ളൊരു സംഖ്യ 30 തവണ ഇരട്ടിച്ചാൽ 2, 4, 8, 16 എന്ന് പറഞ്ഞാൽ 30 തവണ ഇരട്ടിച്ചാൽ 30ാമത്തെ തവണയാകുമ്പോഴേക്കും അത് 53 കോടിയാവും. അപ്പൊ ഇവിടെ കാണുന്ന ഒരു 10-100 പേരെ കാണുന്നുള്ളെങ്കിൽ 20 പേരെ ഉള്ളെങ്കിൽ ഇതൊരു വിധം തുടക്കം മാത്രമാണ്. ഇതിന്റെ സാധ്യതകൾ അനന്തമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അനന്ത സാധ്യതകളാണുള്ളത്. ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഹരിദ്വാർ, ഇവിടെ നിന്ന് ഏറ്റവും ദൂരമുള്ളതാണ് ഹരിദ്വാർ, ആണോ അല്ലയോ? ഹരിദ്വാറിൽ നിന്ന് ഏറ്റവും അകലെയുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളമാണ്. എസോർണോ? ഈ 7 മാസത്തെ പ്രവർത്തനത്തിനുള്ളിൽ 52 പേരാണ് ഹരിദ്വാറിലേക്ക് പോകുന്നത്. 52 പേര്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ചരിത്രത്തിൽ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ 7 മാസത്തിനുള്ളിൽ ഒരു ആഴ്ച സമയം, അവരുടെ സമയവും പണവും എനർജിയും ചെലവ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അത് നല്ല പ്രായമുള്ള ആൾക്കാർ, 70 വയസ്സ് കഴിഞ്ഞവരും 72 കഴിഞ്ഞവരും ഒക്കെ. അപ്പൊ അത്രമാത്രം ആളുകളുടെ ഹൃദയങ്ങളെ ഇത് സ്പർശിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ പാകത്തിനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് തിരുവാങ്കുളത്ത് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഡോർ മാത്രമാണ്. ഇതിനെ കാണേണ്ടത് എന്താണെന്നറിയോ? ഈ ഒരു വാതിലിനെ കാണേണ്ടത് ഒരു വലിയ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ ഫാക്ടറി മനസ്സിൽ കാണുക ഹരിദ്വാറിൽ. ആ ഫാക്ടറിയുടെ ഫ്രണ്ട് എൻഡ് മാത്രം തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ജനലാണ് ഈ ഒരു വീട് എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഇതിന്റെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം പറയാനുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊരു സാധാരണക്കാരനും അവന് അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ അത് ഉപയോഗിക്കാനും അനുഭവത്തിൽ വരുത്താനും ആ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഇതുവരെ നേടാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനും ആരോഗ്യവും ആയുസ്സും സമ്പത്തും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ജീവിതം വളരെയധികം സിംപ്ലിഫൈ ചെയ്യാൻ. എന്താണ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മക്കൾ പുറത്തു പോണ്ടി വരുന്നത്, ഭാര്യ വിട്ടിട്ട് ഭർത്താവ് പോണ്ടി വരുന്നു, മക്കളെ വിട്ടിട്ട് കാരണന്മാർക്ക് വേണ്ടി വന്നു, കാരണന്മാരെ വിട്ടിട്ട് മക്കൾ പോണ്ടി വരുന്നു. ഒക്കെ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എസോർണോ? അതിനെ വളരെ റിച്ചുവായി മാറ്റിക്കൊണ്ട് വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാനുള്ള ജേണി. എന്താണ് അകത്തേക്ക് പോകാനുള്ള ജേണി? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അതായത് പുറത്തേക്കുള്ള യാത്ര പോലെ തന്നെ അകത്തേക്കുള്ള യാത്രയും പ്രധാനമാണ്, ആണല്ലോ. ആ യാത്ര വളരെ സുഖകരമാവണമെങ്കിൽ നിങ്ങളുടെ മുട്ടുവേദന കൊണ്ട് പറ്റില്ല. മുട്ടുവേദന ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. തലവേദന ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മുട്ടുണ്ടെങ്കിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും സാഹചര്യങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉള്ള ആളുകൾക്ക് ഒരിക്കലും പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കാനോ മെഡിറ്റേറ്റ് ചെയ്യാനോ പറ്റാറില്ല. അപ്പൊ ജീവിതത്തെ ലഘൂകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാം വളരെ സിംപ്ലിഫായിട്ട് കൊച്ചു പ്രായം തിരിച്ചു കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കളിപ്രായം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിഷ്കളങ്കമായിട്ടുള്ള കുട്ടിക്കാലത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ പങ്കാളികളാവുക. സന്തോഷം, സ്നേഹവും ആത്മീയതയൊക്കെ തുളുമ്പുന്ന ഒരു സ്ഥലമാണ്. ആത്മീയത അധികം പറയാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആത്മീയതയുണ്ട്.
കാണുമ്പോൾ എന്ത് വ്യാവഹാരിക ലോകമായിട്ട് തോന്നും. പക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥലത്തിനാണ് ആത്മീയത ഉള്ളത്. ആണോ അല്ലയോ? മറ്റവൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആത്മീയത ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എല്ലാം ഒന്നാണെന്നുള്ളതാണ് ആത്മീയത. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ആത്മീയത. അപ്പൊ പലപ്പോഴും പല ആരാധനാലയങ്ങളെക്കാൾ കൂടുതൽ ആത്മീയത തുളുമ്പുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. കാരണം ഇത് എല്ലാ ജാതി മത രാഷ്ട്രീയങ്ങളെ ഉൾക്കൊള്ളുന്നു. എല്ലാവർക്കും കടന്നിരിക്കാൻ പറ്റുന്നു, പരസ്പരം സഹായിക്കാൻ പറ്റുന്നു. ഒരാളുടെ അധ്വാനം എല്ലാവർക്കും ഗുണകരമാവുന്നു, എല്ലാവരുടെ അധ്വാനം ഒരാൾക്ക് ഗുണകരമാവുന്നു. ഓൾ ഫോർ വൺ, വൺ ഫോർ ഓൾ എന്നുള്ള രീതിയിൽ പലതുള്ളി പെരുവെള്ളം എന്നൊക്കെ നമ്മൾ പഠിച്ച് ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിച്ച സാധനമാണ് പലരുടെയും ജീവിതത്തിൽ. പക്ഷെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിസവും സോഷ്യലിസവും നടപ്പിലാക്കുന്നു. എന്താണ്? സമ്പത്തിന്റെ പുനർവിന്യാസം. അമിതാഭ് ബച്ചനും വിരാട് കോഹ്ലിയൊക്കെ കൊണ്ടുകൊണ്ട് ഐശ്വര്യറായി കൊണ്ടുവന്ന പണമാണ് സാധാരണക്കാരായിട്ടുള്ള സൈനബമാർക്കും തങ്കപ്പൻ ചേട്ടനും രമണി ചേച്ചിക്കും ഒക്കെ കിട്ടുന്നതിന്റെ കാരണം ഇടത്തട്ടുകാർക്കും പരസ്യത്തിനും അനാവശ്യമായി നമ്മൾ ചെലവഴിക്കുന്ന പണം അതിനെ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുന്നു. മനസ്സിലാക്കൂ, ഇനി അങ്ങോട്ടുള്ള ലോകം ലോക്കലാണ്. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി എന്നാണ്. ഗ്ലോബലി ചിന്തിക്കുകയും അതിന്റെ ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളും എടുക്കുകയും അതേസമയം തന്നെ നമ്മുടെ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെടില്ല. ഈ ഒരു പ്രോഗ്രാം വിജയിച്ചാൽ, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വിജയിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പുതിയ സംസ്കാരം കെട്ടിപ്പടുക്കാൻ പറ്റും. അത് തിരുവാങ്കുളത്ത് മാത്രമല്ല, തിരുവാങ്കുളം മോഡലിനെ കേരളം മുഴുവൻ ഏറ്റെടുക്കും, കേരള മോഡലിനെ സൗത്ത് ഇന്ത്യ ഏറ്റെടുക്കും, സൗത്ത് ഇന്ത്യൻ മോഡലിനെ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു കമ്മ്യൂണാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു തുള്ളി, ഒരു എക്സ്ട്രാക്ട് തുളസിയെങ്കിലും മേടിച്ച് നമ്മുടെ കൂടെ വരാൻ പറ്റിയാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി. വി ആർ എ പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി. പറ്റുന്ന പോലെ സാധനങ്ങൾ മേടിച്ചാൽ മതി. അടിച്ചേൽപ്പിക്കലില്ല, പ്രഷർ തരലില്ല, മാസാവസാനം കുത്തി സാധനങ്ങൾ ഇടലില്ല, അനാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കട്ടിലിന്റെ അടിയിലോ കോണിയിലോ വെപ്പിക്കുന്ന പരിപാടിയില്ല. അത്തരം കൾച്ചറില്ല. സോ പ്രോപ്പർ ആയിട്ടുള്ള ലീഡർഷിപ്പില്, പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റില്, ഒരു വിഷണറി മാനേജ്മെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ അഭിമാനമാണ് ആയുർവേദം എന്ന് പറയുന്നത്. തലമുറകളായിട്ട് നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ ട്രഡീഷണൽ വിസ്ഡം ആണ് ആയുർവേദം. ആണോ അല്ലയോ? ഞങ്ങൾ നമ്പൂരിമാരെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതൊരു ചികിത്സാ രീതി അല്ല, ജീവിത രീതി പോലെ ആയിരുന്ന ഒന്നാണ് ആയുർവേദം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ബ്ലഡിലുള്ള നമ്മുടെ ഓരോ സെല്ലുകളിലും ഒരു ഇന്ത്യ ഭാരതീയന്റെ ഉള്ളിലുള്ളതാണ്. പലപ്പോഴും നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങണം. ആ പ്രകൃതിയിലേക്കുള്ള മടക്കം നമുക്ക് ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് പറ്റുന്ന രീതിയിൽ. കാരണം ഒരു തുളസിത്തറ വെക്കാന്ന് പറഞ്ഞാൽ 9ാമത്തെ സ്റ്റോറിയിൽ പറ്റുമോ? തുളസി തറയിൽ നിന്ന് കാറ്റടിച്ചിട്ട് രാവിലെ കയറണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യത്തേക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ അവൻ പറയും നടപടി ആവില്ല, ഇവിടെ തുളസിത്തറ പോയിട്ടൊന്നും വെക്കാൻ പറ്റില്ല, കാരണം 9ാമത്തെ ഫ്ലോറില്ല. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തുളസി എക്സ്ട്രാക്ട് കൊടുത്തു വിടാം. അവന്റെ കഴിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു തുള്ളി എക്സ്ട്രാക്ടിന് അവന്റെ ഉള്ളിലും, ഞാൻ പറഞ്ഞ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും ആത്മാവിനെ വരെ തൊടാനുള്ള ശക്തിയുണ്ട് തുളസിക്ക്. പലപ്പോഴും നമ്മൾ പറയും അമ്പലത്തിന്റെ ചുറ്റോ മോസ്കിന്റെ ചുറ്റോ ആരാധനാലയങ്ങളുടെ ചുറ്റോ നടന്നുകൊണ്ട് കള്ളത്തരം ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ആറ്റ്മോസ്ഫിയറിൽ ആ ഒരു കള്ളത്തരം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണിത്. വെറും ഒരു വ്യാവഹാരികമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു പോകുന്ന ഒരു കടയല്ല, മറിച്ച് വലിയ പരിവർത്തനം ഒരാളുടെ ജീവിതത്തിൽ വലിയ ഉന്നത ലെവലിലേക്ക്. കാരണം നമ്മൾ ശരികളിൽ നിന്ന് വലിയ ശരികളിലേക്ക് പോകുന്ന ഒരു കൾച്ചറുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കല്ല, ശരികളിൽ നിന്ന് ഉയർന്ന ശരികളിലേക്ക് പറക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പണ്ടത്തെ ഒരു ഉയർന്ന മയൂരം എന്നൊക്കെ പറയില്ലേ, സുവർണ ചകോരം, സുവർണ മയൂരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്ത്യ അതിന്റെ പരംവൈഭവം തൊടുമ്പോൾ ആ പരംവൈഭവത്തിന്റെ മുൻപിൽ തന്നെ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറും. ആ ഡയറക്ട് സെല്ലിംഗിന്റെ മുൻപിൽ തന്നെ ഇത്രയധികം മികച്ച കമ്പനികളായിട്ടുള്ള IMC അതിന്റെ ഫ്രണ്ട് സീറ്റിലുണ്ടാവും. ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവുമ്പോൾ വെറും കേരളത്തിൽ മാത്രമായിരിക്കില്ല നിങ്ങളുടെയൊക്കെ പ്രകടനങ്ങൾ വിലയിരുത്താൻ പോകുന്നത്, ഇന്ത്യയിലായിരിക്കില്ല, ലോകവ്യാപകമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രകടനം വിലയിരുത്താൻ പറ്റുന്ന സമയത്തും സ്ഥലത്തും ആളുകളുടെ ഒപ്പമാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് മാത്രം ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.